ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു അല്ലേ? അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയണതേ, നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 സമയങ്ങളുണ്ട്. എല്ലാ സമയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട 2 സമയമാണ് രാവിലെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ആദ്യത്തെ ഒരു അരമണിക്കൂറും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂറും. ഈ 2 സമയവും വളരെയധികം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കണം. പ്രൊഡക്റ്റീവ് ടൈം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ, എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നോ, അതായിരിക്കും നിങ്ങളിലേക്ക് കൂടുതലായിട്ടും അട്രാക്ട് ചെയ്യപ്പെടുക. ഓക്കെ, ഇതൊന്നും എന്താ പറയണേ, ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആയിട്ടുള്ളൂ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് മുത്തശ്ശി രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട്, തറവാട്ടിലായിരുന്നു മുത്തശ്ശി ഉണ്ടായിരുന്നത്, അപ്പൊ അവിടെയൊക്കെ ചെല്ലുമ്പോൾ രാത്രി മുത്തശ്ശിയുടെ കൂടെ കിടക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, പേടി സ്വപ്നം കാണാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം. അന്നിങ്ങനെ അർജുനപത്ത് എന്ന് പറയുമല്ലോ, അർജുന ഫൽഗുന പാർത്ഥ ഗിരീടി, അതുപോലെ ആലത്തിയൂർ ഹനുമാനെ പേടി സ്വപ്നം കാട്ടരുതേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രം ഇപ്പോഴും അതൊക്കെ ഓർക്കാണ്. കാരണം അതൊക്കെ അന്ന് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ആ മന്ത്രങ്ങളൊക്കെ ജപിച്ച് കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു സേഫ് ആയിട്ട്, നമ്മൾ എന്താ പറയുന്നത്, ഭയങ്കര സേഫ് ആണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരികയാണ്. രാത്രി ഒന്നും പേടിക്കേണ്ടതില്ല, ഒരു പേടി സ്വപ്നവും കാണുന്നില്ല. ഓക്കെ, അതങ്ങനെ തന്നെ കേട്ടോ, കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ. അപ്പോ ഇതൊന്നും ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് കാണുന്നതിനോ കേൾക്കുന്നതിനോ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പ്രപഞ്ചം ഉണ്ടായ കാലം തുടങ്ങിയുള്ള നിയമമാണ്. നമ്മളിതേക്കുറിച്ച് കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് നിലനിൽക്കുന്ന ഒരു സത്യം തന്നെയാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നിക്ക്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മണി ബ്ലോക്ക് ഉണ്ട് എങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് പണം കടമായിട്ട് കൊടുത്തു, അവരിൽ നിന്ന് തിരികെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പണം എവിടെയോ നിങ്ങൾക്ക് ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ബാങ്കിൽ നിങ്ങൾ ലോൺ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരിക്കും, അത് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ചിട്ടി കൂടിയിട്ടുണ്ടായിരിക്കും, ആ ചിട്ടി നറുക്കെടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് കിട്ടണം, ഉടനെ ആവശ്യങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക്. ഇനി അതല്ല എങ്കിൽ ഇപ്പോ നിങ്ങളുമായിട്ട് പിണങ്ങി പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിനായിട്ടോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചില എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ എന്നും ഉള്ള ദമ്പതിമാർക്ക് വളരെ സൗഖ്യമായിട്ട് നല്ല രീതിയിൽ ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെങ്കിലും കൂടുതലും ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലുകൾ നികത്തുന്നതിനായിട്ടും പണപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനുമായിട്ടുള്ള ഒരു കൊച്ചു ടെക്നിക്കാണ്. വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, പില്ലോ ടെക്നിക്കാണ്. ഇതിനായിട്ട് നമുക്ക് എന്നും രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു തലയിണ വേണം, അതുപോലെ തന്നെ ഒരു പേപ്പർ, പേന, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ എഴുതുക. ഒരു തവണ എഴുതിയാൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും എഴുതാം എന്നാണെങ്കിൽ പോലും മാക്സിമം ഒരു 5 ആഗ്രഹങ്ങൾ മാത്രം എഴുതിയാൽ മതിയാകും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചപ്പോഴെല്ലാം ഒരേ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ലിറ്ററലി അത് പറയുന്നുണ്ട്, നമുക്ക് ഒന്നിലധികം ആഗ്രഹങ്ങൾ എഴുതി വെക്കാവുന്നതാണ് എന്ന്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് 5-ൽ കൂടണ്ടെന്ന് മാത്രം, ഒരു മാക്സിമം 5 എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞതായിട്ട്, ഉദാഹരണത്തിന് ഇപ്പൊ പണമാണ് ആവശ്യമെന്നാണ് എങ്കിൽ, എനിക്ക് ഒരു 10,000 രൂപ ലഭിച്ചു. ഓക്കെ, എല്ലാം കിട്ടിയതായിട്ട് വേണം എഴുതാനായിട്ട്. വീടാണെങ്കിൽ ഞാൻ പുതിയ ഒരു വീട് വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയൊരു വീട് വെച്ചു എന്നുള്ളത്. വിവാഹമാണെങ്കിൽ ഞാനും ഇന്ന വ്യക്തിയുമായുള്ള വിവാഹം
വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി നടന്നു എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ആരോഗ്യത്തിനായിട്ടാണ് എങ്കിൽ ഞാൻ വളരെ ആരോഗ്യവതിയായിരിക്കുന്നു, ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് എഴുതാം. കൂടുതലും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ പണപരമായിട്ടുള്ള, ഇപ്പൊ എനിക്ക് ഇത്ര രൂപ ചിട്ടി ലഭിച്ചു ഈ മാസം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ എഴുതുന്നു. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസിൽ അത് കിട്ടിയതായിട്ട് നിങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആദ്യം നടുക്ക് മടക്കി വീണ്ടും അതിനെ ഒന്നുകൂടി മടക്കുന്നു. അതായത് 4 ഈ പേപ്പർ മടക്കി. ഓക്കെ, ഇനി ഈ മടക്കിയ പേപ്പർ അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇപ്പൊ എഴുതിയ കാര്യം എന്താണോ, ഇപ്പം എനിക്ക് ഒരു 10,000 രൂപ ഈ മാസം ലഭിച്ചു, ഓക്കെ എന്നുള്ളതാണെങ്കിൽ ഞാനത് വായിക്കുന്നു. ഇത് വായിച്ച് വിഷ്വലൈസ് ചെയ്യുകയാണ്. എത്ര തവണ വായിക്കണം എന്നുള്ള കണക്കാണ് എങ്കിൽ എത്രയും വായിക്കാം. പക്ഷെ 21 തവണ നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നു. വായിച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ നെഞ്ചത്ത് വെച്ച് അത് അഫർമേഷൻ പോലെ, നമ്മൾ വായിക്കുമ്പോൾ അഫർമേഷൻ പോലെ ഫീൽ ചെയ്തുകൊണ്ട്, അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയട്ടെ, ഫീലിങ്സ് ആണ് ഇവിടെ ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം അത് കിട്ടിയെന്ന് പറയുമ്പോൾ കിട്ടിയതിലുള്ള ഒരു സന്തോഷം ഫീൽ ചെയ്തുകൊണ്ട്, ഓക്കെ ഈ മാസം ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയാണെങ്കിൽ ആ 2 ലക്ഷം രൂപ എനിക്ക് ഈ മാസം ചിട്ടിയായിട്ട് ലഭിച്ചു എന്ന് പറയുമ്പോൾ 2 ലക്ഷമാണ് നിങ്ങൾക്ക് കിട്ടേണ്ട തുക. അപ്പൊ അത് കിട്ടി. അത് കിട്ടുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടി എന്നുള്ളപ്പോൾ നിങ്ങളുടെ ആ സന്തോഷം എന്തായിരിക്കും, അതിന് ശേഷമുള്ള നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതെല്ലാം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പേപ്പർ നമ്മൾ 4 മടക്കുക. മടക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് വേണമെങ്കിൽ മാത്രം നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം എന്ത് തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുന്നു. ശേഷം നമ്മുടെ പില്ലോ എടുക്കുക. പില്ലോയുടെ ആ ഒരു തലയണ കവറിന്റെ ഉള്ളിലായിട്ട് ഇത് വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു തലയണ അവിടെ തല വെച്ച് കിടന്നുറങ്ങുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ തലയുടെ നേരെ ബാക്ക് സൈഡിലായിട്ടല്ല ഈ പേപ്പർ വരുന്നത്, പില്ലോയുടെ അടിയിലാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെ പെർഫ്യൂം അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്പ്രേ ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ സുഗന്ധം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ചില മ്യൂസിക്കിന് ഒക്കെ നമ്മളെ ഹീല് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. നമ്മളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അത് ഒരു നിർബന്ധവും ഇല്ല. ഇവിടെ പ്രാധാന്യം ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ വാക്കുകൾക്ക് ഒരു എനർജി ഉണ്ട്. നമ്മൾ എഴുതുന്ന ആ പേന, ഓക്കെ ബ്ലൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ, റെഡ്, അതിനകത്തൊന്നും പറയുന്നില്ല പ്രത്യേകിച്ച് ഇന്ന മഷി, എങ്കിലും കഴിയുന്നത്ര നമുക്ക് ബ്ലാക്ക് പെൻ ഒഴിവാക്കാം. ബാക്കി ഏത് പെൻ ഉപയോഗിച്ച് വേണമെങ്കിലും, ഞാനിപ്പോ ഇവിടെ ബ്ലൂ പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോ അത് നമ്മൾ എഴുതുന്നു. അപ്പൊ ആ എഴുതുന്നു എന്ന് പറയുന്നതിന് ഒരു എനർജി ഉണ്ട്, വാക്കുകൾക്ക് എനർജി ഉണ്ട്, ആ പെൻ, മഷി, അതിനൊക്കെ ഒരു എനർജി ഉണ്ട്. ആ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എഴുതി കഴിഞ്ഞു, അത് ഫിസിക്കൽ ഫോമിലുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് നമ്മുടെ ബോധ മനസ്സിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ഇത് വായിച്ച് ഈ തരംഗങ്ങൾ നമ്മളുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓരോ തവണ ഫീൽ ചെയ്ത് നമ്മളത് വായിച്ച് നന്ദി പറഞ്ഞ് നമ്മൾ ആ പേപ്പർ വെക്കുന്നു. ഇനി സുഖമായിട്ട് ഈ കാര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തങ്ങ് കിടന്നുറങ്ങുകയാണ്. ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ടുള്ള ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണ്, ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാള് നിങ്ങളെ വിട്ടുപോയി, ആ ഒരു വ്യക്തി തിരികെ വരുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്മയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ഇത് പറയട്ടെ, റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ തന്നെ തിരികെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചു. ഓക്കെ, ശരി, ഫൈൻ.
നമ്മൾ ആരെയും നിർബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അവർ പോകട്ടെ എന്ന് തന്നെയാണ്. കാരണം നമ്മളെ വേണ്ടാത്ത ഒരാളെ നമ്മൾ പല ടെക്നിക്കുകളും ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ചു വലിച്ച് നമ്മൾ കൊണ്ടുവന്നാലും അത് നിലനിൽക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ അവർക്ക് സ്വയം തോന്നി അട്രാക്റ്റഡ് ആയി നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അത് അർഹതപ്പെട്ടതാണ്, നിങ്ങളോട് താല്പര്യമുണ്ട്, നിങ്ങളുടെ കൂടെ വരാനും സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഒരു വ്യക്തിക്ക് വരാൻ തോന്നുന്നു എങ്കിൽ, അതായത് യൂണിവേഴ്സ് അതിനായിട്ട് അനുകൂലമാണ് എങ്കിൽ നിങ്ങളിലേക്ക് വന്നിരിക്കും ഡെഫിനറ്റ്ലി. ഇല്ലാത്തതാണെങ്കിൽ പോകട്ടേന്നേ, പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞ പോലെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വേണ്ട എന്ന് വെക്കാനും നമ്മുടെ ലൈഫിൽ വേണം എന്നുള്ളതുപോലെ തന്നെ ചില കാര്യങ്ങൾ വേണ്ട എന്നുള്ളതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശീലിക്കണം. അപ്പൊ ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എനിവേ അത് ചെയ്തു, നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇനി രാവിലെ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ പില്ലോ കവറിനകത്ത് നിന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ ആ തലേ ദിവസം എഴുതി വെച്ച ആ ഒരു പേപ്പർ എടുക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നു. ഇതുപോലെ തന്നെ 21 തവണ നമ്മളത് വായിക്കുന്നു. ഓരോ തവണ വായിക്കുമ്പോഴും കണ്ണടച്ച് നമ്മളത് വിഷ്വലൈസ് ചെയ്ത, ഫീൽ ചെയ്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഇത് കിട്ടിയല്ലോ എനിക്ക്, ആ ഒരു നന്ദി പറയുന്നു. ഇനി നിങ്ങൾക്ക് ഈ പേപ്പർ നിങ്ങൾ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബാഗിലോ നിങ്ങളുടെ പേഴ്സിലോ, ഇനി അതുമല്ല അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ കാര്യം വേറെ ആരും അറിയണം എന്നില്ല ഈ പേപ്പർ എന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കബോർഡിലോ എവിടെയെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം. വീണ്ടും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ഇനി വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഈ പേപ്പർ എടുക്കുന്നു, നമ്മൾ വായിക്കുന്നു, ഫീൽ ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു, പില്ലോയുടെ അടിയിൽ വെക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇനി അത് വീണ്ടും സ്പ്രേ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ സ്പ്രേ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ചില സുഗന്ധങ്ങൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്, ഇപ്പൊ ചില പെർഫ്യൂം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുത്തുന്ന സ്മെല്ലുള്ളതില്ലേ, അങ്ങനത്തെ അല്ല. ചില എന്താ പറയണേ, ലൈറ്റ് ആയിട്ടുള്ള ചില സുഗന്ധങ്ങള്, ചില ലൈറ്റ്, ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ തന്നെയാണെങ്കിൽ ബെഡ്റൂം ലാമ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ചെറിയ വെളിച്ചം, അതുപോലെ ഫ്ലൂട്ട് മ്യൂസിക് ഒക്കെ, ഓടക്കുഴലിന്റെ നാദം പോലെയുള്ളത്, ഇങ്ങനെയുള്ള മ്യൂസിക്കിനൊക്കെ നമ്മുടെ മനസ്സിനെ ഹീല് ചെയ്യാനും കോൺസെൻട്രേഷൻ പവർ വർദ്ധിപ്പിക്കാനുമായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം നമുക്കത് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ എത്ര ദിവസം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ 21 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 21 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ഓക്കെ, അടിയുറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ അർപ്പണ മനോഭാവം എത്രത്തോളം ഉണ്ടോ, ഫാസ്റ്റായിട്ട് 24 മണിക്കൂറിനുള്ളിൽ പോലും റിസൾട്ട് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ 21 ദിവസമൊന്നും വേണ്ട, മാക്സിമം ആണ്. ഇനി 21 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യുക, ലെറ്റ് ഇറ്റ് ഗോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചു. ഇനി നിങ്ങൾ ആ ഒരു കാര്യത്തെ പറ്റി ബേജാറാവേണ്ട ആവശ്യമില്ല. അതേക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വീണ്ടും സെർച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിച്ച് തന്നിരിക്കും. അത് കിട്ടിയെന്ന മനോഭാവത്തിൽ തന്നെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ ദിവസങ്ങളും അങ്ങനെ കടന്നു പോകട്ടെ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ രാവിലെ ഉണർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു അരമണിക്കൂറും രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു അരമണിക്കൂറും മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയ, അതായത് TV, മൊബൈൽ, ഇതൊക്കെയുള്ള ഉപയോഗം ഒന്ന് മാറ്റിവെക്കുന്ന വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഉണ്ടല്ലോ സീരിയലൊക്കെ വൈകിട്ട് 6 മണി തുടങ്ങി രാത്രി 10 മണി വരെ നമ്മൾ സീരിയലൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു അഡിക്ഷൻ പോലെ വരണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും അതെ, സ്ഥിരമായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സമയം നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകണം എന്നാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു വെപ്രാളാണ് ആ സമയമാകുമ്പോഴത്തേക്ക് എത്തണം. അതിന്റെ തന്നെ റെപ്പിറ്റേഷൻ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ പോലും അത് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലെ, ഒരു അഡിക്ഷൻ പോലെയാണ്. എന്തുകൊണ്ടാ? ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. ആ പതിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ആ ഒരു തരംഗങ്ങളാണ് പിന്നീട്, അതാണ് അവിടെ നമുക്ക് പ്രവർത്തിക്കുന്നത്. ഇതാണ് പലതും നമ്മൾ മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ പോലും ഈ പറയുന്ന സീരിയൽ അല്ലെങ്കിൽ ഇതുപോലെ സിനിമ, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് ഇത്തരം അനുഭവങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു തരുമെന്ന് പറയുന്നത്. എപ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മെസ്സേജ് ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കുക. നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഫോണിലാണെങ്കിൽ തന്നെയും മോട്ടിവേഷണൽ വീഡിയോസോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുക, കേൾക്കുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ഇനി ഒന്നും വേണ്ട, പ്രാർത്ഥന ഏറ്റവും നല്ലത്. ഇപ്പൊ ഹോപ്പനോപ്പനോ പ്രെയർ, റെഡ് താര, ഗ്രീൻ താര മന്ത്രമൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണെങ്കിലും ഒന്ന് ചൊല്ലി കണ്ണടച്ച്, ദൈവമേ നല്ലത്, ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ട്, ഇന്നത്തെ ഈ ഒരു ദിവസം മനോഹരമാക്കി തീർത്തതിന് ദൈവമേ നന്ദി, നാളെയും മറ്റൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ കാണാനും നല്ലൊരു ജീവിതം എനിക്ക് ഉണ്ടാകാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഇത് നമ്മുടെ ജീവിതത്തില് ടിൽ ദ എൻഡ്, മരണം വരേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കേട്ടോ. ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നല്ലതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് കിടന്നുറങ്ങുക. ഇത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക് യു.